ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്ന വീഡിയോ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെ പറ്റിയാണ്. അപ്പോൾ ആറന്മുള നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെടുന്ന അമ്പലത്തിൻ്റെ പേരിലും പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുള കണ്ണാടിയാണ്. അത് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഈ ആറന്മുള അമ്പലം പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ ഒന്നാണിത്. കൂടാണ്ട് പഞ്ചപാണ്ഡവന്മാർ പരീക്ഷത്ത് രാജാവിനെ ഹസ്തനാപുരിയിലെ രാജാവായി വാഴിച്ച ശേഷം അവർ ദേശാടനം തുടങ്ങിയപ്പോൾ പമ്പവാലിയിലെത്തിയും സഹദേവനും നകുലിനും യുധിഷ്ഠിരനും ഭീമസേനും അർജുനും ഓരോ അമ്പലങ്ങൾ ശ്രീകൃഷ്ണന് വേണ്ടി പണിതു എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഈ ആറന്മുള എന്ന് പറയുമ്പോൾ 6 വഞ്ചിയിലായിരുന്നു ഈ അമ്പലത്തിലോട്ടുള്ള സാധനങ്ങൾ, അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ആറന്മുള എന്ന് പറയുന്നുണ്ട്. വേറെ ഐതിഹ്യത്തിൽ 7 വള്ളം ഉണ്ടായിരുന്നു. ഒരു വള്ളം ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറം വെച്ച് നിന്നുപോയി എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇത് വളരെ വലിയൊരു അമ്പലമാണ്. നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി 18 പടികളുണ്ട്. 18 പടിയിൽ ചവിട്ടിയാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഇതാണ് 18 പടികൾ. ഈ അമ്പലത്തിന് 18-ാം നൂറ്റാണ്ട് മുതലുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. അമ്പലമാണെങ്കിൽ അതിലൊക്കെ പഴക്കം 2000 വർഷത്തിനൊക്കെ പഴക്കമാണ് പറയുന്നത്. നട തുറക്കുന്നത് 4 മണിക്കാണ്. 11 മണിക്ക് നട അടയ്ക്കും. പിന്നെ 5 മണിക്ക് തുറന്ന് 8 മണിക്കാണ് അടയ്ക്കുന്നത്. ഒരുപാട് കൊത്തുപണികളും ഉള്ള മേൽക്കൂരയും അതുപോലെ തന്നെ വലിയ വാതിലുമാണ് ഈ അമ്പലത്തിൻ്റെ ഒരു അലങ്കാരം എന്ന് തന്നെ പറയാം. നമ്മൾ ആ 18 പടിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഹൈറ്റിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലമാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 2 ഏക്കറിൽ താഴെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പോയത് KSRTCയുടെ പഞ്ചപാണ്ഡവർ അമ്പലത്തിലോട്ടുള്ള യാത്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അവർ പറഞ്ഞ സമയത്തുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റി. ഇപ്പോൾ ഇവിടെ വള്ളസദ്യ നടക്കുന്ന സമയമുണ്ട്. ഒക്ടോബർ 2-ാം തീയതി വരെയാണ് വള്ളസദ്യ ഉള്ളത്. 2 രീതിയിലാണ് വള്ളസദ്യ നടക്കുന്നത്. ഒന്ന്, വള്ളക്കാർക്ക് വേണ്ടി അമ്പലത്തിൻ്റെ അകത്തുണ്ട്. അവർക്ക് 64 കൂട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. അത് വെറുതെ അവർക്ക് കൊടുക്കുകയല്ല. അവർ വള്ളം തുഴഞ്ഞ് വന്നിട്ട് അവർ പാട്ടുപാടി പ്രാർത്ഥിച്ച് അനുവാദം ചോദിച്ചിട്ടാണ് അവർക്ക് വള്ളസദ്യ കൊടുക്കുന്നത്. നമുക്കുള്ളത് 40 കൂട്ടമാണ്. അത് പാഞ്ചേരി എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഊട്ടുവരയിലായിരുന്നു. അമ്പലത്തിൽ ഇതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടാണ്ട് നമ്മൾക്ക് ഗണപതിയുണ്ട്, ശിവഭഗവാനുണ്ട്, മറ്റുള്ള ദേവതമാരുണ്ട്. ഇവിടുത്തെ ആചാരങ്ങളും എല്ലാം നമ്മുടെ കേരള രീതിയിൽ തന്നെ സ്ത്രീകൾക്ക് ഡ്രസ് കോഡെല്ലാം സെയിമാണ്. ചുരിദാറിട്ടോ അല്ലെങ്കിൽ അവർക്ക് സാരി കൊടുത്ത് കയറാം. പുരുഷന്മാർ ഷർട്ട് പകുതി ഊരിയിടണം. ഇതാണ് ആറന്മുള വള്ളങ്ങളിൽ നടക്കുന്ന പമ്പയാറ്. 57 പടികളുണ്ട് നമ്മൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടി. ഇപ്പോൾ കുറച്ച് വള്ളങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. സ്നേക്ക് ബോട്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ ആറന്മുളയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയ്ക്കുള്ള തിരുവാഭരണം കൊണ്ട് പോകുമ്പോൾ ആ തിരുവാഭരണം പന്തളത്ത് നിന്ന് തുടങ്ങി ആറന്മുളയിൽ വന്ന് തിരുവിതാംകൂർ രാജാവ് അയ്യപ്പസ്വാമിയെ കൊടുത്തേക്കുന്ന സ്വർണത്തിൻ്റെ വസ്ത്രം ഇവിടെയാണ് സൂക്ഷിച്ചത്. ഇതെടുത്തിട്ടാണ് ശബരിമലയ്ക്ക് തിരുവാഭരണം പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണ്. പോയ ആൾക്കാർക്ക് അറിയാം. അല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ അടുത്ത ഒരു ക്ഷേത്ര ദർശനത്തിൽ പ്ലാൻ ചെയ്യുക. താങ്ക് യു, ബൈ.